അടുത്തെനിക്ക് ഇനി ചെയ്യാൻ നേർച്ച കഴിക്കാൻ മരുന്ന് വല്ലതും ബാക്കിയുണ്ടോ? ഇനി എനിക്ക് വയ്യ. ശ്രീയും കൂടെ ഇങ്ങനെ ആവല്ലേ. ഇവിടെ നോക്കേ, അടുത്തവണ പോസിറ്റീവ് ആവും പ്ലീസ്. ഓരോരുത്തരുടെ ചോദ്യം കേൾക്കുമ്പോൾ ചൊറിഞ്ഞു വരും. അവരറിയുന്നുണ്ടാ ഞാൻ പറഞ്ഞു മടുത്തത്. അനിയന്റെ ഭാര്യയ്ക്ക് വിശേഷമായല്ലോ, മൂത്തവൻ എന്ത് ഇതുവരെ കൊച്ചാവാത്ത? എടാ ചെറുക്ക, ഞാൻ പറയണ പോലെ കേൾക്കണുണ്ടാ? ചമ്മന്തി തീർന്ന അമ്മ. എടാ ഞാൻ ഇതിനെടുത്ത് നിന്റെ തലയിൽ കൂടി ഒഴിച്ചു തരും. കാളയ്ക്ക് പറഞ്ഞാലും മനസ്സിലാവൂല. അവന് പണ്ടേ അനുസരണയില്ല, നീയും അവനെ പോലെ ആയല്ലോ മോളെ. ഇതാരടുത്ത് പറയാൻ? ഞാൻ വെറുതെ കിടന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. നമുക്ക് ഈ വീട്ടിലൊരു വില ഉണ്ടെങ്കിലല്ലേ. ആരടുത്ത് പറയേ? പേടിച്ചു പോയല്ല. അതെ, ഈ കുഞ്ഞു പിള്ളേരെ പോലെയുള്ള പിണക്കവും പരിഭവവും ഇനി വേണ്ട. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിപ്പോൾ ഒരു 4-5 വർഷമായി, നമ്മളൊന്ന് സെറ്റിലായില്ലേ. അതുകൊണ്ട് ഇനി ഒരു കുഞ്ഞാവാന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ശരിക്കും ശരിക്കും ഇപ്പോഴെങ്കിലും ഇവന്റെ മനസ്സിൽ ഇത് തോന്നിച്ചില്ല ദൈവമേ. ഇനി കുത്തി പറഞ്ഞവന്റെ മുമ്പിൽ എന്റെ 2 കൊച്ചു മക്കളെയും കൊണ്ട് നെളിഞ്ഞ് നടക്കണം. ഇങ്ങോട്ട് വാ, നിങ്ങൾ രണ്ടുപേരും ഒന്ന് ചുറ്റിയിടത്ത്. എന്റെ പിള്ളേർക്ക് കണ്ണൊന്നും പെടാതെ എല്ലാം നല്ലതായിട്ട് വരണേ ദൈവമേ. ശ്രീ, ഞാൻ കൺസീവ് ആയി കഴിഞ്ഞാലേ ജോലിയിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് എടുക്കും. നമ്മളെ കുഞ്ഞൊരു സ്റ്റേജ് ആവും വരെ എനിക്ക് ഫുൾ ടൈം കൂടെ ഉണ്ടാവും. അത് ശരി, അതൊക്കെ ഇപ്പോഴേ തീരുമാനിച്ച? പിന്നെ തീരുമാനിക്കാതെ പിന്നെ ഈ കുഞ്ഞൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ ചിലവൊക്കെ അങ്ങ് കൂടും. നമ്മൾ അതിനനുസരിച്ച് ചിലവൊക്കെ ചുരുക്കി സേവിങ്സ് ഒക്കെ കുറച്ച് ശ്രദ്ധിക്കണം. അതൊക്കെ ശരി, പക്ഷേ സേവിങ്സ് ഒക്കെ ശ്രദ്ധിച്ച് നമ്മളിങ്ങനെ കിടന്നാൽ മാത്രം കുഞ്ഞുണ്ടാവൂല. അതന്നെ എനിക്ക് പറയാനുള്ള. എനിക്കായ കുറ്റം? അത് ശരി. അതെ, അപ്പൊ പിന്നെ കാര്യങ്ങൾ എങ്ങനെയാണ്? എടി എന്തായി? ഇങ്ങ് വന്നേ. സാരമില്ല, നമ്മളങ്ങനെ പ്രിപ്പയർഡ് ഒന്നും ആയിരുന്നില്ല. എന്നാലും പീരീഡ്സ് ആവാത്തോണ്ട് ഞാൻ ശരിക്കും പ്രതീക്ഷിച്ചു. ചേടാ, അതിനിങ്ങനെ ഡെസ്പാവല്ലേ, ഇതൊക്കെ നോർമലാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ഒന്ന് മൈൻഡ് ഒക്കെ ആവും. റെഡിയോ? ബാ വന്നേ. എല്ലാത്തിനും അതിനായിട്ടൊരു സമയമുണ്ട്. വലിയൊരു പറയുമ്പോൾ കേട്ടിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കായിരുന്നാ? അതിനിവിടെ എന്തോന്നും സംഭവിച്ചെന്നമ്മ. 1-2 തവണ നെഗറ്റീവ് ആയിട്ട് കൊച്ചുണ്ടാവൂലെന്നൊന്നും അല്ലല്ലോ. എന്ത് വന്നാലും ഈ ആഴ്ച തന്നെ കുടുംബക്ഷേത്രത്തിൽ പോയി ഒരു തൊട്ടിൽ കെട്ടണം. എടാ, നീ നിന്റെ അനിയനെ കണ്ട് പടി. അവന് കല്യാണം കഴിഞ്ഞ് 1 വർഷം ആയതല്ലേ ഉള്ളൂ. അവക്ക് വിശേഷമായി. കല്യാണം കഴിഞ്ഞാലേ നേരത്തെ കാലത്ത് കൊച്ചാവണം. അവനെ ലോൺ എടുത്ത് പഠിപ്പിക്കാനും ഈ വീട്ടിലെ ബാധ്യതകൾ തീർക്കാനും വേണ്ടി ഞാൻ ഓടിയോണ്ട് തന്നെ നേരത്തെ കാലത്ത് കെട്ടി അവൻ സന്തോഷമായിട്ട് ജീവിക്കണത്. ഈ ബുദ്ധിമുട്ടൊന്നും ഞാൻ അവനെ അറിയിച്ചില്ലല്ലോ. അനുഭവിച്ചത് മൊത്തം ഞാനല്ലേ. ഇതിനിടയിൽ കൊച്ചാവണതിനെ കുറിച്ച് ഞാനും കൂടെ ചിന്തിച്ചിരുന്നെങ്കിലേ ഈ പറഞ്ഞത് ഒന്നും നടക്കൂലായിരുന്നു. 1008 തവണ അമ്മയുടെ അടുത്ത് ഇതൊക്കെ പറഞ്ഞ് എനിക്ക് മടുത്തമ്മ. ഓ, എന്തെങ്കിലും പറഞ്ഞ് അങ്ങ് വായടപ്പിച്ചോളണം. എടി, നമ്മൾ ഇനിയും വെയിറ്റ് ചെയ്യുന്നതിൽ കാര്യമില്ല. നമുക്കൊരു ഡോക്ടറിനെ കണ്ടാലോ? എന്തെങ്കിലും ചെറിയ പ്രശ്നമായിരിക്കും, അതങ്ങ് ട്രീറ്റ് ചെയ്താൽ എല്ലാം ഓക്കെ ആവും. അതെൻ്റെ മനസ്സിലുണ്ട്.
നമുക്കേ കാണിക്കാം. പക്ഷേ ആകെ ഉള്ള ടെൻഷൻ ഈ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ജോലി ലീവ് അതൊക്കെ എന്ത് ചെയ്യും? എൻ്റെ സാലറി കൂടെ ഇല്ലെങ്കിൽ നമുക്ക് ഓക്കെ ആയിരിക്കുമോ? അത് ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാം. കുറച്ച് ദിവസത്തെ കാര്യമില്ലേ. പിന്നെ അമ്മയ്ക്ക് എൻ്റെ അടുത്ത് എന്തോ ഒരു ദേഷ്യമുള്ള പോലെ തോന്നുന്നു. നമ്മൾ ഇത്രയും കാലം കുഞ്ഞ് വേണ്ടാന്ന് വെച്ചിട്ട് ഇപ്പം ഇങ്ങനെയൊക്കെ അതിൻ്റെ ആയിരിക്കും. അത് കാര്യമാക്കണ്ട. ഞാൻ എന്തായാലും ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കട്ടെ. ഓക്കെ ആവുമായിരിക്കുമല്ലേ? ഓക്കെ ആവാതെ ഇവിടെ പോവാൻ നീ സമാധാനമായിട്ടിരിക്കും. കല ഇങ്ങോട്ട് വന്നിട്ട് കുറച്ച് ദിവസമായല്ലോ. അതെ ചേച്ചി, മോൻ ഇന്ന് വരാൻ ഇച്ചിരി ലേറ്റ് ആവും പറഞ്ഞ്, അപ്പൊ ചേച്ചി ഒന്ന് കണ്ടിട്ട് പോകാനെന്ന് വെച്ച്. ആ മോൾ നേരത്തെ എത്തിയാ? ആ മാമി. ഇളയ ഡ്യൂട്ടി എല്ലാം സ്വന്തന്നെ. ചേച്ചി അങ്ങോട്ട് പോണില്ലേ? ആ, അടുത്ത ആഴ്ച പോണം. എനിക്ക് അമ്മൂമ്മയാണല്ലോ യോഗം. അവൻ കാരണം മാത്രമല്ലേ ഉണ്ടായത്. ചേച്ചി മോള് കേൾക്കും. കേൾക്കാൻ വേണ്ടി തന്നെയാ പറഞ്ഞത്. 3-4 കൊല്ലം പുറകെ നടന്ന് പറഞ്ഞിട്ട് അനുസരിക്കാത്തോണ്ടല്ലേ ഇതാ കിടന്ന് അനുഭവിക്കണത്. ഹോ, വന്നല്ല മൂത്ത പുത്രേ. എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ നിവർത്തിയില്ല. മൂത്തവന് കൊച്ചായില്ലേ, അവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടാ ഞാൻ എന്തൊക്കെ കേൾക്കണമെന്ന് അറിയാവോ? ഒന്ന് നിർത്തമ്മ. അമ്മയ്ക്ക് നാട്ടുകാരുടെ ചോദ്യത്തിന് ഉത്തരം പറയാനും ഞെളിഞ്ഞു കിടക്കാനും വേണ്ടിയിട്ടല്ല ഞങ്ങൾ കുഞ്ഞു വേണമെന്ന് തീരുമാനിച്ചത്. ഞങ്ങൾക്കായിട്ട് വേണമെന്ന് തോന്നിയോണ്ടാണ് ഇതിന് ഇപ്പം നിൽക്കണേ. എന്തായാലും ഞങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കാൻ തീരുമാനിച്ചു. സിറ്റിയിൽ ഒരു ഹോസ്പിറ്റലും കാണിക്കും. ആ സമയം ഇവർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടേ ഞങ്ങൾ അങ്ങോട്ടൊരു വീടെടുത്ത് മാറുകയാണ്. ഇവിടെ നിന്ന മനുഷ്യന്റെ ഉള്ള സമാധാനം കൂടെ പോകും. നീ എന്ത് ചെയ്താലും ശരി, എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഒരു കൊച്ചായാ മതി. അരിയാറങ്ങേ. ഈ ഷർട്ടൊന്നും അയൺ ചെയ്യാത്തത് പിന്നെ ഇന്ന് ലേറ്റ് ആവല്ലേ? ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഫെർട്ടിലിറ്റി വിൻഡോ ഓപ്പൺ ആവുന്ന ഡേറ്റ് ആയി. ഞാൻ നേരത്തെ എത്താം. നീ സമയത്തിന് മരുന്നായിരിക്കേ കൂട്ടി വരാം. ശ്രീധർ, നീ ക്ലയന്റിന് അയച്ച പ്രപ്പോസലിൽ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. നീ അയക്കുന്നതിന് മുമ്പ് അത് ചെക്ക് ചെയ്തില്ലായിരുന്നോ? അയ്യോ സോറി സാർ, ഞാനത് ചെക്ക് ചെയ്ത് ഇപ്പോൾ കറക്റ്റ് ചെയ്യും. എന്ത് പറ്റിയടാ നിനക്ക്? നീ ഓക്കെ അല്ലേ? ഇല്ല, കുഴപ്പമൊന്നുമില്ല സാർ. ഓക്കെ, നീ ഒന്ന് ചെക്ക് ചെയ്തിട്ടേ എനിക്ക് ആദ്യം ഫോർവേഡ് ചെയ്യും. ഞാൻ അവർക്ക് അയച്ചു കൊടുത്തോളാം. അല്ലേ എന്താ എടാ, അന്ന് മറിച്ച കാശ് ഇത് തരാന്നാണ് പറഞ്ഞിരുന്നത്. അയ്യോ അളിയ, അത് ഡേറ്റ് ഞാൻ മറന്നു. എടാ, ഞാൻ നാളത്തേക്ക് സെറ്റ് ആക്കിയാൽ മതിയാ? എടാ, നൈറ്റ് ആയാലും കുഴപ്പമില്ല, ഇന്നേനൊന്ന് സെറ്റ് ആക്കോ. ഞാനും ടൈറ്റിലാണ്. ഇതിപ്പോൾ വൈഫിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ ഞാൻ വിചാരിച്ചതിലും കൂടുതൽ ചിലവായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പറ്റിപ്പോയാണ്ടാ. കുഴപ്പമില്ല, ഞാൻ നൈറ്റ് സെറ്റ് ചെയ്യാം. അതൊന്നും വിചാരിക്കല്ലേ. ഇല്ലടാ, കുഴപ്പമില്ല, എനിക്ക് മനസ്സിലാവും. എടാ, നിൻ്റെ ഒരു 45,000 മറിക്കാൻ കാണും. ഞാൻ അടുത്ത മാസം തരാം. അയ്യോ ഏട്ടാ, അറിയാമല്ലോ ഈ മാസമാണ് ഇളയൻ്റെ 1ാമത്തെ ബർത്ത്ഡേ. അപ്പോൾ അത് ഇച്ചിരി ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് നമുക്ക് ഒരേ വാശി. ഞാൻ ഇവൻറ്റിന് വേണ്ടിയുള്ള അഡ്വാൻസ് ഒക്കെ കൊടുത്തായിരുന്നു. ബാക്കിയുള്ള എമൗണ്ട് സെറ്റ് ചെയ്യേണ്ട ഓട്ടത്തിലാണ്. കുഴപ്പമില്ലടാ, ഞാൻ വേറെ അറേഞ്ച് ചെയ്തോളാം. പിന്നെ തലേദിവസം തന്നെ പറഞ്ഞേ ചേച്ചിയായിട്ട് എന്തൊക്കെയോ ഡ്രസ് കോഡ് ഉണ്ട്, ഞാൻ അറിയിക്കാം. ഓക്കെ, ശരിയടാ. ആ അമ്മ. പറ മക്കളെ. അമ്മ പണയം വയ്ക്കാൻ വല്ലതും കാണുമമ്മ? എടാ, നീ മാല പണയം വെച്ചത് ഇതുവരെ എടുത്തു തന്നില്ല. ഇനി ആകെ ഉള്ളത് 2 വള മാത്രം. അതേം കൂടി വെച്ചാ? അമ്മ, ഞാൻ രണ്ടും കൂടെ ഒന്നിച്ച് അടുത്ത മാസം എടുത്തു തരാം. ഞാൻ ഇന്ന് വൈകുന്നേരം അങ്ങോട്ട് വരാം. അമ്മ ഒന്ന് എടുത്തു വെച്ചേക്കൂ. ശരി.
എന്തു പറ്റിയടി? എന്തു അല്ലായിരിക്കണേ? ഇന്നലെ നിന്നോട് നേരത്തെ വരാൻ പറഞ്ഞല്ലേ? രാത്രി വിളിച്ചപ്പോ ഫോൺ എടുത്തില്ല. കാത്തിരുന്ന ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി. അത് നീ ഉറങ്ങിയോണ്ട് ഞാൻ പിന്നെ ശല്യപ്പെടുത്തണമെന്ന് വിചാരിച്ചാണ്. ഇന്നലെ ഞാൻ വീട് വരെ പോയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് മണിയൊക്കെ കണ്ടിട്ട് വന്നപ്പോൾ അങ്ങ് ലേറ്റായി. വണ്ടി ഓട്ടിച്ചോണ്ടിരുന്നപ്പോഴല്ലേ നീ വിളിച്ചേ. പിന്നെ വിളിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ മറന്നും പോയി. ഇന്നലെ ഞാൻ പിറകെ നടന്ന് ഓർമ്മിപ്പിച്ചല്ലേ ഫെർട്ടിലിറ്റി വിൻഡോ ഓപ്പൺ ആവുന്ന സമയമാണെന്ന്. കുഞ്ഞിന് കാലം വലുതാണ് നിനക്ക് വീട്ടിൽ പോണത്. ആര്യ, ഞാൻ അത് വെപ്രാളത്തിനിടയിൽ വിട്ടുപോയതുണ്ട്. ഞാൻ ഡോക്ടറിനെ വിളിച്ച് ചോദിക്കാം. നമുക്ക് ഇന്ന് ഓക്കെ ആക്കാം. നിന്റെ തോന്നിയ അവസ്ഥ കാണിച്ചു കൂട്ടേണ്ടതല്ല ഇതൊന്നും. ഇതിപ്പോ എന്റെ മാത്രം ആവശ്യമായതുപോലെ ഉണ്ട്. നിനക്ക് ഓഫീസ് എന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങിയാൽ മതിയല്ലോ. എനിക്കൊന്ന് പുറത്തു പോകാൻ പറ്റൂല. ഈ വീട്ടിൽ തന്നെ ഇരുന്ന് കുഞ്ഞിനെ പറ്റി ആലോചിച്ച് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥ എനിക്ക് പറഞ്ഞ് മനസ്സിലാവും. ആര്യ, നീ അതിനിങ്ങനെ കിടന്ന് ദേഷ്യപ്പെടുന്ന എന്തിനേ? ഇവിടുത്തെ ആവശ്യങ്ങൾ നടക്കണമെങ്കിൽ എനിക്ക് ഓടിയേ പറ്റുള്ളൂ. കുഞ്ഞിനെക്കാളും വലിയ എന്താവശ്യം? ഞാൻ എന്റെ കരിയറും കളഞ്ഞ് 3 വർഷം ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിരിക്കണ എന്റെ മാനസികാവസ്ഥക്കാൾ എന്ത് വലിയ ആവശ്യം? എന്റെ പൊന്നാര്യ, ഞാൻ പറയുന്നത് നീ സമാധാനത്തിലൊന്ന് കേക്ക്. എനിക്കൊന്നും കേക്കണ്ട. അതെങ്ങനെ ശരിയാവൂ? നീ വന്നേ പറ്റൂ. വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അമ്മ. നല്ല ക്ഷീണമുണ്ട്. ശ്രീ വരുമല്ലോ. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഒരു ദിവസം അങ്ങോട്ട് ഇറങ്ങാം. ശരി അമ്മ, ഞാൻ ശ്രീക്ക് ഫോൺ കൊടുക്കാം. അമ്മ ഞാൻ പിന്നെ വിളിച്ചോളാം. എടി, നിനക്കിപ്പോൾ വേറെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. തലേ ദിവസം അവൻ പോകാൻ പറഞ്ഞിട്ട് നമ്മൾ പോയില്ല. ഇന്ന് ഫംഗ്ഷൻ്റെ സമയത്തിന് പോയി തലകാണിച്ചിട്ട് നമുക്ക് ഇറങ്ങാം. സ്വന്തം അനിയൻ്റെ കുടുംബത്തിൽ ഒരു ആവശ്യം വന്നാൽ പോവില്ലെന്ന് വെച്ചാൽ അവിടെയുള്ള സകലരും നിന്നെ ചോദിക്കും. ഇപ്പൊ പോയിട്ട് എന്തിനാണ്? വരുന്നവർക്കും പോകുന്നവർക്കും കളിയാക്കാനും കുത്തി സംസാരിക്കാനും നിന്ന് കൊടുക്കാൻ എനിക്ക് വയ്യ. വരാൻ എനിക്ക് താല്പര്യമില്ല. എടി, ഇതൊക്കെ നമ്മൾ മടുത്ത കാര്യമല്ലേ? പറയണവർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, നമ്മളത് മൈൻഡ് ചെയ്യാൻ പോണ്ട. ശ്രീ എന്തൊക്കെ പറഞ്ഞാലും വരില്ല എന്ന് ഞാൻ തീരുമാനിച്ചാണ്. അല്ലെങ്കിൽ നിനക്ക് നിന്റെ ഇഷ്ടം മാത്രമാണല്ലോ വരും. ബാക്കിയുള്ളവരുടെ ആവശ്യങ്ങൾ പറയണ്ട. ശ്രീ കുടിച്ചിട്ടുണ്ടോ? ശ്രീ കുടിച്ചിട്ടുണ്ടോന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഈ സിറ്റുവേഷനിൽ കുടിക്കാനോ വലിക്കാനോ പാടില്ലെന്ന്. ഞാൻ ഇവിടെ കുഞ്ഞിനെ വേണ്ടി കിടന്ന് നരയിക്കുമ്പോൾ കുടിച്ച് കൂത്താടി നടക്കുവാണല്ലേ? കുടിച്ചു പോവും. ചുറ്റുമുള്ളവരിങ്ങനെ പ്രാർത്ഥന കുറിച്ച് ആരും കുടിച്ചു ഓടി. ഒരു വശത്ത് എന്റെ ഭാര്യ എന്നെ മനസ്സിലാക്കില്ല, മറുവശത്ത് സ്വന്തം അമ്മയുടെ അനിയന്റെ കുത്തുവൊക്കെ ഞാൻ കേൾക്കണം. ഇതിനിടയിൽ 1 രൂപ കയ്യിലെടുക്കാതെ ഞാൻ കിടന്ന് നെട്ടോട്ട് പറഞ്ഞടി. ഇനി എനിക്ക് വയ്യ. ഇനി കൊച്ചു വേണ്ട, ട്രീറ്റ്മെന്റ് വേണ്ട. ഈ വീട്ടിൽ ഇരിക്കണ നിനക്ക് ഇത്രയ്ക്ക് ഭ്രാന്ത് പിടിക്കണമെങ്കിലേ രാവിലെ മുതൽ പട്ടയെ പോലെ പണിയെടുത്തിട്ട് കിട്ടുന്ന ശമ്പളം തികയാതെ കണ്ടവന്മാരെ ഒന്ന് പൈസ റോൾ ചെയ്ത് അത് തിരിച്ചു കൊടുക്കാൻ വേറെയുള്ളവന്മാരെ ഒന്ന് റോൾ ചെയ്ത് ഇവന്മാരുടെ അടുത്തൊക്കെ സമാധാനം പറയണേ. എനിക്ക് എത്രത്തോളം ഭ്രാന്ത് പിടിക്കുന്ന ആലോചിച്ച് നോക്കടി. നിന്നെയും കൂടെ ഇതിലോട്ട് വലിച്ചിടണമെന്ന് പറഞ്ഞ് ഞാൻ ഇതുവരെ ഒരു വക പറഞ്ഞിട്ടില്ല. ഇനി എനിക്ക് വയ്യ. നമ്മളെല്ലാം നടത്തി തിരിച്ച് വീട്ടിലോട്ട് പോകണം. നിനക്കതിന് പറ്റൂലെങ്കിൽ ഞാൻ നിനക്ക് തോന്നിയതുപോലെ ചെയ്യും. എനിക്കിനി പ്രഷർ വാങ്ങാൻ വയ്യ. എനിക്ക് ആര്യ ആര്യ എടി, എവിടെ നീ? അല്ല മോനെ, അച്ഛാ,
അവൾ അങ്ങോട്ട് വന്നോ? ഇവിടെ ഉണ്ട് മോനെ, വെളുപ്പിന് ഇങ്ങോട്ടെത്തി. അച്ഛാ അവളുടെ ഒന്ന് ഫോൺ കൊടുക്കൂ. മോനെ ഇപ്പം അവൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ശ്രീധർഷ സാർ, ഒന്നിങ്ങോട്ട് വന്നേ സാർ. ആ എടാ ഇരിക്കണം. എടാ എന്താ നിന്റെ പ്രശ്നം? നിന്റെ വർക്കൊന്നും കംപ്ലീറ്റ് അല്ല. നിന്റെ ഒരു റെസ്പോൺസും ഇല്ലാത്തതിന്റെ പേര് ക്ലയന്റിന്റെ ഭാഗത്തുനിന്ന് പരാതി വന്നുകൊണ്ടിരിക്കുവോ? എടാ നീ ഇങ്ങനെ മിണ്ടായിരുന്നു, എനിക്ക് മുകളിലുള്ളവരോട് മറുപടി പറഞ്ഞു പറ്റൂ. എനിക്ക് പറ്റില്ല സാർ. സാർ ഫാമിലിയിൽ മൊത്തം പ്രശ്നമാണ്. സാറിനറിയാലോ, ഒരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ഇനി ചെയ്യാനൊന്നും ബാക്കിയില്ല. ഇന്നലെ 3 വർഷത്തിന് ശേഷം എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ട് ഞാൻ കുടിച്ചു. എന്നിട്ട് എൻ്റെ ഉള്ളിലൊക്കെ ഞാൻ അവളെ അടുത്ത് വിളിച്ച് പറഞ്ഞു വരും. അപ്പോൾ അവൾ പിണങ്ങി അവളുടെ വീട്ടിലോട്ട് പോയേക്ക്. ഇതിനിടയിൽ കൂടെ ഞാൻ 4 വാക്കിൽ കടവും വാങ്ങിച്ചിട്ട് അതിൻ്റെ പേരിൽ ഓരോ പ്രശ്നങ്ങളാണ്. എനിക്കിനി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ സാർ. എനിക്ക് ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല, ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റില്ല. ഞാൻ ഇതൊക്കെ വെച്ച് മതിയാക്കാൻ പോവാണ് സാർ. എടാ നീ ഇങ്ങനെ തളർന്നാ പിന്നെ നിന്റെ വൈഫ് എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്യും? എടാ നിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയെ നിനക്ക് ക്ലിയർ ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല. നീ ആദ്യം നോക്കിയാവും. എടാ എൻ്റെ അനിയനും ഇതേ ഫേസിലൂടെ കടന്നു പോയിട്ടുള്ളതുകൊണ്ട് എനിക്ക് നിന്റെ ഫീലിങ്സ് മനസ്സിലാവും. എടാ നീ ഒരു കാര്യം ചെയ്യും, എനിക്ക് പരിചയമുള്ളൊരു സ്ഥലമുണ്ട്. നീ അവരോടൊരു എക്സ്പെർട്ട് ഒപ്പീനിയൻ എടുക്കുക. നിന്റെ പ്രശ്നങ്ങളൊക്കെ അവരോട് തുറന്നു പറ, അവർക്ക് നിന്നെ സഹായിക്കാൻ പറ്റും. ശ്രീധർഷ്, അകത്തോട്ട് പോന്നോളൂ. നിങ്ങളുടെ റെക്കോർഡ്സൊക്കെ ഞാൻ കണ്ടു. ശ്രീധർഷ്, ഈ ട്രീറ്റ്മെൻറ്റ് നിർത്തണോ, കുട്ടികൾ വേണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. പക്ഷെ പെട്ടെന്ന് എന്ത് പറ്റി ഇങ്ങനെ ഒരു ഡിസിഷൻ? ഡോക്ടറെ 3 വർഷം, 3 IVF സൈക്കിൾ, ഇതെല്ലാം ഇനി എനിക്കിതിലൊരു പ്രതീക്ഷയില്ല. ഈ ഇഞ്ചക്ഷനും മരുന്നും ട്രീറ്റ്മെൻറ്റും ഇതെല്ലാം കൂടെ എൻ്റെ പേഴ്സണൽ ലൈഫാണ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും പറഞ്ഞ് എൻ്റെ വൈഫിന് മനസ്സിലാവുന്ന പോലുമില്ല. ശ്രീധർഷ്, ഈ ട്രീറ്റ്മെൻ്റ് ഒന്നും അല്ല തൻ്റെ ഈ പേഴ്സണൽ ലൈഫിനെ ഇല്ലാതാക്കുന്നത്, ഈ മൈൻഡ് സെറ്റ് തന്നെയാണ്. ഇപ്പം നിങ്ങളുടെ ചിന്ത മൊത്തവും ഈ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂ, എങ്ങനെയും ഒരു കുഞ്ഞുണ്ടാവണോ എന്നുള്ളത് മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എൻ്റെ ലൈഫും ലോകവും എല്ലാം ഈ ഒരു കാര്യത്തിൽ ഒതുങ്ങി പോവുകയാണല്ലേ. ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള ജേണിയിൽ സ്വയം ജീവിക്കാൻ പറഞ്ഞ ഒരുപാട് കപ്പിൾസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ശ്രീധർഷി, ശരിക്കും നിങ്ങളുടെ ബോണ്ടിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു റിസൾട്ട് അല്ലേ നിങ്ങളുടെ കുഞ്ഞ്? ശ്രീധർഷി, ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയതിന് ശേഷം നിങ്ങൾ ഒരുമിച്ച് ഔട്ടിങ്ങിനോ സിനിമയ്ക്കോ വല്ലതും പോയിട്ടുണ്ടോ? അതാണ്, നിങ്ങൾ തമ്മിലുള്ള ലവും സ്പാർക്കും ഒക്കെ ഈ ഒരു കാത്തിരിപ്പിൽ തന്നെ അങ്ങ് തീർന്നല്ലേ. ഈ ഫേസിലുള്ള പല കപ്പിൾസിൻ്റെ ഇൻറ്റിമസി പോലും ഇപ്പൊ കലണ്ടർ ഡേറ്റ്സ് നോക്കിയുള്ള ഒരു മെക്കാനിക്കൽ ആക്റ്റായി. ഇതിപ്പോൾ 3 വർഷമല്ലേ ആയിട്ടുള്ളൂ. ഇവിടെ 15-20 വർഷം കഴിഞ്ഞവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് IVF സൈക്കിൾസ് ഫെയിലായി എന്ന് പറഞ്ഞ് നിങ്ങളുടെ ലൈഫൊന്നും അവിടെ തീരുന്നില്ലല്ലോ. ആദ്യം ആസ് എ കപ്പിൾ നിങ്ങളുടെ ആ പഴയ സന്തോഷം കണ്ടിട്ട് ഇങ്ങനെയൊരു ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ വൈഫ് ഫിസിക്കലി ആൻഡ് ഇമോഷണലി വളരെ വീക്കാവും. ആ സമയത്ത് നിങ്ങൾ ഇമോഷണൽ സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ എന്താവുമെന്ന് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. വൈഫിന് ഇപ്പോഴും ഹോപ്പ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? പക്ഷെ ഒരു കുഞ്ഞുണ്ടായ മാത്രമേ ഹാപ്പി ആവൂ എന്നുള്ള തോട്ട് നിങ്ങൾ രണ്ടുപേരും മാറ്റണം. ഈ ജേണിയിൽ നിങ്ങൾ പരസ്പരം നിങ്ങളുടെ സ്ട്രെങ്ത് ആയിട്ട് മാറുക. അത് കഴിഞ്ഞൊന്ന് റിലാക്സ് ആവുമ്പോൾ നിങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടിയോ എന്ന് ഡിസൈഡ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ പുള്ളിക്കാർക്ക് എന്നോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ടോ നേരിട്ടോ കൺസൾട്ട് ചെയ്യൂ. താങ്ക് യു ഡോക്ടർ. മോനെ അവൾ അകത്തുണ്ട്, അങ്ങോട്ട് പോ.
എന്താ എല്ലാം നിർത്താമെന്ന് പറയാൻ വന്നതാണോ? ഞാൻ ഒന്ന് നിർത്താൻ വന്നതല്ലടി. എല്ലാത്തിനും സോറി. എന്താ ശ്രീ കാണിക്കണേ? നമ്മളിങ്ങനെ ഒരുമിച്ചിരുന്ന് ഒന്ന് സമാധാനത്തോടെ സംസാരിച്ചിട്ട് 1 വർഷത്തിന് മുകളിലാവൂലേ? ഒരു കുഞ്ഞിന് വേണ്ടി കിടന്ന് ഓടി ഓടി നമ്മളെ ലൈഫ് തന്നെ മറന്നടി. ശരിക്കും ഈ കാശിൻ്റെ ബുദ്ധിമുട്ടും ഈ പ്രഷറൊന്നും നിന്നെ അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാറി കിടന്നത്. പക്ഷെ അത് നിന്നെ ഇത്രത്തോളം ഒറ്റപ്പെടുത്തുമെന്ന് ഞാൻ മനസ്സിലാക്കിയില്ലടി. എനിക്ക് പിന്നെ വേറെ ആരുണ്ട് ശ്രീ? ഓരോ തവണ പ്രഗ്നൻസി ടെസ്റ്റ് കാണുമ്പോഴുള്ള പെയിനേക്കാളും ഇതൊന്നും പറയാൻ നീ കൂടെ ഇല്ലല്ലോ. എനിക്ക് നിനക്കൊരു കുഞ്ഞിനെ പോലും തരാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള സങ്കടമായിരുന്നു എനിക്ക്. ഞാൻ കാരണമാണല്ലോ നീ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നതെന്ന് ഓർത്ത് ശപിക്കായിരുന്നു. അതിന് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ നീ നിന്റെ കരിയറും സ്വപ്നവും ഒക്കെ വേണ്ടെന്ന് വെച്ചത്. എന്നിട്ട് നീ ഇതൊക്കെ ഒറ്റയ്ക്ക് അനുഭവിച്ചപ്പോൾ ഞാൻ ഇതൊന്നും മനസ്സിലാക്കില്ലല്ലോ എന്നാണ് എൻ്റെ വിഷമം. നിനക്ക് പ്രതീക്ഷയുള്ള കാലത്തോളം നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് തുടരും. പക്ഷെ അത് ഇതുപോലെയല്ല. ഈ തീരുമാനമൊക്കെ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ സന്തോഷത്തോടെ ജീവിച്ചില്ലേ, അതുപോലെ നമ്മൾ മുമ്പോട്ട് പോകും. കുഞ്ഞ് വരുമ്പോൾ വരട്ടെ. അങ്ങനെ വരുന്നുണ്ടെങ്കിലേ അത് നമ്മുടെ സന്തോഷം നടന്ന ലൈഫിലോട്ടായിരിക്കണം. ഇനി അഥവാ നമുക്ക് കുഞ്ഞില്ലെങ്കിൽ വേണ്ട, അപ്പോഴും നമ്മുടെ ലൈഫ് ഹാപ്പി ആയിട്ട് തന്നെ മുമ്പോട്ട് പോകും, ഉറപ്പ്. ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ സ്വന്തം ജീവിതം ജീവിക്കാൻ മറന്നു പോകുന്ന ഒരുപാട് കപ്പിൾസ് നമുക്കിടയിലുണ്ട്. ഒരു കുഞ്ഞ് തീർച്ചയായിട്ടും ജീവിതത്തിൽ പുതിയ സന്തോഷങ്ങൾ കൊണ്ടുവരും. പക്ഷേ ഒരു കുഞ്ഞ് വന്നാൽ മാത്രമേ ഇനി സന്തോഷിക്കൂ എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് നഷ്ടമാവുന്നത് നിങ്ങളുടെ ലൈഫ് തന്നെയാണ്. നിങ്ങളിപ്പോൾ എല്ലാ സന്തോഷവും നിർത്തിവെച്ച് വിഷമിച്ച് തീർക്കുന്ന ഈ സമയം നിങ്ങളുടെ ലൈഫിൽ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. സോ ഈ ജേർണിയുടെ ഔട്ട്കം എന്ത് തന്നെ ആയാലും ഒരുമിച്ച് പോസിറ്റീവായി ആ പഴയ സ്നേഹവും സന്തോഷവും നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും. പിന്നെ മെയിനായിട്ട് ഈ ഒരു ഫേസിൽ വിഷമങ്ങളൊക്കെ ഉള്ളിലൊതുക്കാതെ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. മനസ്സ് തുറന്ന് കേൾക്കാനും സംസാരിക്കാനും സമയം കണ്ടെത്തുക. ഈ സൊസൈറ്റി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഒറ്റക്കെട്ടാണെങ്കിൽ ആ സ്നേഹം നിങ്ങൾക്ക് ആശ്വാസം തരും. ആസ് എ കപ്പിൾ നിങ്ങളുടെ സ്നേഹത്തെക്കാൾ വലുതായിട്ട് ഈ ലോകത്ത് മറ്റൊന്നുമില്ല. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നോളൂ. താങ്ക് യു. ഇത്തരം വീഡിയോസ് നിങ്ങളെപ്പറ്റി തന്നെ കൂടുതൽ അറിയാനും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സ്ട്രോങ്ങർ ആക്കാനും സഹായിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ SK Talksന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SK Talksന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്ന